dear students, once again welcome back to trigonometry functions. Trigonometry functions ന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിനകത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് trigonometry functions ആണ്. ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് trigonometry function. Range of trigonometric functions. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഈ ഒരു കോൺസെപ്റ്റ് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മൾ ഓരോ ഫംഗ്ഷനും എടുത്ത് നമ്മൾ ഇപ്പോൾ പഠിച്ച 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആണ്. സൈൻ, കോസ്, ടാൻ, പിന്നെ അതിന്റെ റെസിപ്രോക്കൽസ് ആയ കൊസീക്, സീക് ആൻഡ് കോട്ടാൻജന്റ്. ഈ 6 ഫംഗ്ഷൻസിന്റെയും ഡൊമൈനും റേഞ്ച് നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഓരോന്ന് 1 by 1 ആയിട്ട് അനലൈസ് ചെയ്യാം. ആദ്യം നമുക്ക് സൈൻ ഫംഗ്ഷൻ എടുത്ത് അതിന്റെ ഡൊമൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോ നമുക്കിവിടെ നമ്മുടെ പി എന്നുള്ള പോയിന്റ്, ഈ പോയിന്റ് ആണ് യൂണിറ്റ് സർക്കിളിലാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ തൽക്കാലം യൂണിറ്റ് സർക്കിളിൽ ഡിഫൈൻ ചെയ്യണം. 1 0 എന്നുള്ള പോയിന്റ് ആണ് ഇത്. റേഡിയസ് 1 യൂണിറ്റ് ആയതുകൊണ്ടാണല്ലോ അത് 1 0 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒ പി എന്നുള്ള ലൈന് എക്സ് ആക്സിലുമാരുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നുണ്ട് 0 ഡിഗ്രിയാണ്. ഞാൻ ഈ ആംഗിള് 0യിൽ നിന്ന് മാറ്റിയാണ്. 0യിൽ നിന്ന് മാറ്റി ഒരു 30 ഡിഗ്രി. അപ്പോൾ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ പറഞ്ഞു y കോർഡിനേറ്റ് സൈനും എക്സ് കോർഡിനേറ്റ് കോസുമാണ്. അപ്പോൾ നമ്മുടെ 0 എന്നുള്ള ആംഗിൾ കൊടുക്കുമ്പോൾ നമ്മുടെ സൈനിന് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ഞാൻ ഈ ആംഗിൾസ് ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ആംഗിൾസ് അലോങ് ദി എക്സ് ആക്സിസ് എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ആംഗിൾസ് എക്സ് ആക്സിൽ കൂടെ ആംഗിൾ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ -2π മുതൽ +2π വരെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആംഗിൾസ് ഇതിനകത്തോടെ ഇങ്ങനെ എക്സ് ആക്സിലൂടെയും അതിന് കിട്ടുന്ന കറസ്പോണ്ടിങ് സൈൻ്റെ വാല്യൂസ് ഞാൻ വൈ ആക്സിൽ കൂടെയും നോട്ട് ചെയ്യണം. അപ്പോൾ എക്സിന് ആംഗിൾ 0 കൊടുത്തു. ആംഗിൾ 0 കൊടുക്കുമ്പോൾ ഇതിന്റെ സൈൻ്റെ വാല്യൂ 0 ആണ്. അപ്പൊ 0 0 എന്നുള്ള പോയിന്റ് കിട്ടി. ഇനി ഞാൻ അടുത്തത് ഇവിടെ ആംഗിള് π/4 കൊടുക്കുകയാണ്. നമ്മൾ അറിയാമല്ലോ π/3 അല്ല മീൻസ് 30 കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് π/3 എന്നുള്ള വാല്യൂ ആണല്ലോ. π/3 അല്ല π/6, അപ്പോഴാണ് 30 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് അടുത്തൊരു പോയിന്റ് കിട്ടി. ദാറ്റ് ഈസ് ഇവിടെ വന്നു, കണ്ടോ, 0.5. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1/2 ആണ്. അപ്പോൾ ഇവിടെ ആ ഗ്രാഫ് ഇവിടെ ഉണ്ട്. 1/2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് നോട്ട് ചെയ്തു. വീണ്ടും ഞാൻ π/4 കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ π/4, അത് 45 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ അത് അടുത്ത പോയിന്റ് ഇവിടെയായി. ഓക്കെ, ഇനി അടുത്തത് ഞാൻ കൊടുക്കുന്നത് π/3 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ആവും, π/3. അപ്പൊ അടുത്ത പോയിന്റ്, അപ്പൊ സൈനിന്റെ വാല്യൂ കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ കൊടുത്ത 0 ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ നോക്കി കാണാൻ സാധിക്കും സൈനിന്റെ വാല്യൂ 0യിൽ നിന്ന് പതിയെ ഗ്രാജുവലി കൂടി 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 മുകളിലോട്ട് പോവാം. ഇപ്പൊ നമ്മുടെ ആംഗിളും കൂടിക്കൊണ്ടിരിക്കുക. ഇനി ഞാൻ അടുത്തത് കൊടുക്കുന്ന ആംഗിള് π/2 ആണ്. 90 കൊടുക്കുകയാണ്, π/2. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ വാല്യൂ 1ലാണ്. അപ്പൊ നോക്കിക്കേ മക്കളെ, 0 മുതൽ 90 വരെ ഞാൻ ആംഗിള് മാറ്റി. ഇവിടെ അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ 0 മുതൽ 90 വരെ ആംഗിള് വേരി ചെയ്തു. അപ്പൊ 0 മുതൽ 90 വരെ ആംഗിള് വേരി ചെയ്തപ്പോൾ സൈൻ്റെ വാല്യൂസ് നോക്കിക്കേ ഗ്രാജുവലി കൂടി 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 1ലെത്തി. അപ്പോൾ 0ക്കും π/2നും ഇടയ്ക്ക് നമ്മൾ ആംഗിള് വേരി ചെയ്താൽ സൈൻ്റെ വാല്യൂ 0 മുതൽ 1 വരെ എത്തും. അപ്പോൾ ഇവിടെ 0 മുതൽ 1 വരെ. അപ്പോൾ നമ്മുടെ y കോർഡിനേറ്റ് 1 ആയി. കണ്ടോ, y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ സൈനാണ്. ഇനി ഞാൻ വീണ്ടും ആംഗിൾ കുറച്ചും കൂടെ കൂട്ടുകയാണ്. അപ്പൊ ആംഗിൾ ഇനി കൂടുന്നതനുസരിച്ച് നമുക്കറിയാം ഇത് ഇനി 91 കൊടുത്തു കഴിഞ്ഞാൽ അത് 91 ഡിഗ്രീസ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ ഇപ്പൊ ആംഗിൾ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ അത് കൂടി 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 പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആംഗിൾ ഞാനിവിടെ ഒരു സ്ലൈഡറിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആംഗിൾ ഞാൻ ഇതിലൂടെ കൂട്ടുക. ഇപ്പൊ കണ്ടോ, 1.9 ആയി. അത് റേഡിയൻ 2 ആയി. ഇപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പോയിന്റ് സൈൻ്റെ വാല്യൂ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും.
കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ y കോർഡിനേറ്റ് 1 എന്നുള്ളത് 0.91 ആയി. വീണ്ടും അത് കുറച്ചും കൂടെ കുറയുന്നു, ആംഗിൾ കൂടുന്നതനുസരിച്ച് വീണ്ടും കുറയുന്നു, കുറഞ്ഞ് കണ്ടോ. ഇപ്പൊ ഇവിടുന്ന് 0-ൽ നിന്ന് കൂടി 1-ലെത്തിയിട്ട് ആ സാധനം 90 കഴിഞ്ഞ് 180-ൽ എത്തുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കണം നോക്കിക്കോളൂ. ഇവിടെ y കോർഡിനേറ്റ് നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആ വാല്യൂ 0.24 ആയി കുറഞ്ഞു. കുറച്ചും കൂടെ ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. കുറച്ചും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആംഗിൾ കൂട്ടുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് അത് 180-ൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പൈ റേഡിയൻ 3.14-ലെത്തി. അപ്പൊ അതിന്റെ വാല്യൂ 0-ലെത്തി. കണ്ടോ. അപ്പോ ഇവിടെ ഞാൻ അതിന്റെ ഗ്രാഫ് ഒന്നും കൂടെ ഒന്ന് കാണിച്ചില്ല. 0 മുതൽ 180 വരെയുള്ള ഒന്നും കൂടെ നമുക്ക് ഗ്രാജുവലി ഒന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗ്രാഫിൽ നോക്കിക്കോളൂ. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആയിട്ട് അതിന്റെ ആ ഒരു ഗ്രാഫ് സ്മൂത്ത് കർവ് കൊണ്ടൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. കണ്ടോ. അപ്പോൾ ഇതാണ് സൈൻ്റെ ആ ഒരു ഗ്രാഫ് 0 മുതൽ 180 വരെ നമ്മൾ വേരി ചെയ്തപ്പോൾ കിട്ടിയത്. ഞാൻ ഒന്നും കൂടെ കാണിക്കാം, നിങ്ങൾ നോക്കിക്കോളൂ. ഒന്നും കൂടെ അതിന്റെ വാല്യൂസ് ഇത്രയും കൂടെ ഒന്ന് കൂട്ടി ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് കുറച്ചും കൂടെ സൂം ചെയ്ത് അത് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. നോക്കാം, നമുക്ക് ആംഗിൾ കൂട്ടാം. ആംഗിൾ കൂടുകയാണ്, 0 മുതൽ കൂടുകയാണ്. അപ്പോൾ അതിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നോക്കിക്കണം. കണ്ടോ, സൈൻ 0-ൽ നിന്ന് വാല്യൂ കൂടുമ്പോൾ സൈനിന്റെ വാല്യൂ നിങ്ങൾ ഈ ഒരു ഗ്രാഫിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ആംഗിൾ ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് 0 മുതൽ 90 വരെ കൂടുമ്പോൾ അതിന്റെ വാല്യൂ ഗ്രാജുവലി കൂടി അത് പോയി അത് മാക്സിമം എത്തുവാണ്. മാക്സിമം എന്ന് പറഞ്ഞാൽ 1-ലാണ്. കണ്ടോ. ഇനി അത് പതിയെ കുറയുകയാണ്. പതിയെ കുറഞ്ഞ് അത് 0-ലെത്തി. കണ്ടോ. അപ്പോ ഈ വാല്യൂ 0 മുതൽ 1 വരെ എത്തി. എപ്പോഴാണ് 1-ലെത്തിയേ? π/2 വന്നപ്പോ. വീണ്ടും അത് കുറഞ്ഞ് എങ്ങോട്ട് എത്തും? 0-ലെത്തും. ഓക്കെ മക്കളെ, യെസ്. ഞാൻ ആംഗിൾ വീണ്ടും കൂട്ടുകയാണ്. ഇപ്പൊ 180 ആണ്. ഇനി ആംഗിൾ വീണ്ടും കൂട്ടുവാണ്. കൂടുമ്പോൾ സൈനിന്റെ വാല്യൂവിന്റെ ആ ഒരു ഷേപ്പ് നോക്കിക്കോളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞു 0 മുതൽ 180 വരെ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റും സെക്കൻഡ് ക്വാഡ്രന്റ് കവർ ചെയ്തു. ഈ രണ്ട് ക്വാഡ്രന്റിലും ഈ സൈനിന്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ ഈസ് പോസിറ്റീവ് ആണ്. അപ്പൊ അതിന്റെ വാല്യൂസ് പോസിറ്റീവ് ആണ്. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന y ആക്സിസിന് മുകളിലോട്ടുള്ള വാല്യൂ. അത് ആദ്യം ഒന്ന് കൂടി 1-ലെത്തി, വീണ്ടും അത് കുറഞ്ഞ് 0-ലെത്തി, സ്റ്റിൽ പോസിറ്റീവ് ആണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ആംഗിൾ കൂട്ടിയപ്പോ ഇതിന്റെ വാല്യൂ പോകുന്നത് കണ്ടോ, നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുക. ഇവിടെ നമുക്ക് നോക്കിയാലും കാണാൻ സാധിക്കും ഇതിന്റെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. -0.89 ഇപ്പൊ നിൽക്കുന്നത്. ഇത് അതുകൊണ്ടാണ് ഇത് താഴോട്ട് പോരുന്നത്. വീണ്ടും ഞാൻ കൂട്ടുകയാണ്. അപ്പോൾ തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡിൽ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് താഴോട്ട് പോരുന്നത്. വീണ്ടും കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ വാല്യൂ എന്ന് പറയുന്നത് വീണ്ടും കുറഞ്ഞ് അത് ഇപ്പൊ നിങ്ങൾക്ക് y കോർഡിനേറ്റിനെ ഒബ്സർവ് ചെയ്ത് കാണാൻ സാധിക്കും. കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറഞ്ഞത് -1-ലെത്തി. അപ്പൊ ഞാൻ ആംഗിൾ എടുത്ത് നോക്കിക്കാം മക്കളെ. ഈ ആംഗിൾ ഇവിടെ വരെ 90 ആണ്. വീണ്ടും ഒരു 90, 3 90 ആയി. ദാറ്റ് ഈസ് 3 × 90 270 ഡിഗ്രീസിലെത്തി. 270 ഡിഗ്രീസിലെത്തിയപ്പോൾ അതിന്റെ വാല്യൂ സൈനിന്റെ വാല്യൂ -1-ലെത്തി. കണ്ടോ, y കോർഡിനേറ്റ് സൈൻ -1-ലെത്തി. അപ്പൊ അത് നെഗറ്റീവ് ആണ്. വീണ്ടും ഞാനത് ആംഗിൾ കൂട്ടുകയാണ്. ആംഗിൾ നമ്മൾ കൂട്ടി 270-ൽ നിന്ന് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടി അത് 360-ലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. 360-ലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിയോ. ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ കാണാം. അത് ഏറ്റവും മിനിമത്തിലെത്തി വീണ്ടും പതിയെ ആ ഗ്രാഫ് മുകളിലോട്ട് പോവുക. എന്ന് വെച്ചാൽ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുക. കൂടി എങ്ങോട്ടാ പോകണമെന്ന് നോക്കിക്കോളൂ. സ്റ്റിൽ ഇറ്റ് ഈസ് നെഗറ്റീവ് ആണ്. ബട്ട് അത് നെഗറ്റീവിൽ തന്നെ കൂടി എത്തി. അത് 360 ഡിഗ്രി എത്തുമ്പോൾ അത് വീണ്ടും അത് 0-ലെത്തി. കണ്ട. അപ്പൊ നമ്മള് 360 ഡിഗ്രി 6.28 റേഡിയൻ ഇപ്പോൾ കറങ്ങി കഴിഞ്ഞു. 360 ഡിഗ്രി കറങ്ങി. 360 ഡിഗ്രി കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ഫുൾ റൊട്ടേഷൻ കഴിഞ്ഞു. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. കണ്ടോ. ആ സൈക്കിളിൽ അതിന്റെ ഗ്രാഫ് പോകുന്ന നോക്കിക്കേ. 0-ലായിരുന്നു. വീണ്ടും അത് 0-ൽ നിന്ന് അത് 1-ലെത്തി. കുറഞ്ഞ് 0-ലെത്തി. വീണ്ടും ഇത് -1-ലെത്തി. വീണ്ടും അത് 0-ലെത്തി. അപ്പൊ ഇത് 360 ഡിഗ്രി ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ഞാൻ ആംഗിൾ റേഡിയനിൽ നിന്ന് മാറ്റി ഡിഗ്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഇനി നോക്കിയാൽ കാണാൻ സാധിക്കും. ഡിഗ്രിയിൽ ആംഗിൾ പോകുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഇതേ നോക്കിക്കൊണ്ട് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഞാനിപ്പോ
ഈ ഗ്രാഫ് ഒന്ന് നോക്കിക്കോളൂ നിങ്ങൾ. ഞാൻ ആംഗിൾ ഒന്ന് കൂട്ടുകയാണ്. ഇപ്പോൾ ഡിഗ്രിയാണ് 5.16 ആയി. ഇപ്പോൾ ഡിഗ്രിയിൽ അത് 36 ഡിഗ്രി ആയി. ദെൻ 37. അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ റേഡിയൻ ഒന്ന് മാറ്റി ഡിഗ്രിയിലേക്ക് ആക്കിയെന്നേ ഉള്ളൂ. 44, 45 ഡിഗ്രിയിലെത്തി. വീണ്ടും കൊണ്ടുപോകുക. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫിനെ കൂടെ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. രണ്ടും കൂടെ മാറി മാറി നോക്കിക്കണം. വീണ്ടും 45 കൂടി അത് ഡിഗ്രി 52 ആയി. 55. ദെൻ അത് കൂടി 60-ലെത്തി. 60 വീണ്ടും കൂടുകയാണ്. കൂടി അത് 75. ദെൻ 90യിലേക്ക് അപ്രോച്ച് ചെയ്യാണ്. അപ്പോൾ 90 ഡിഗ്രിയിലെത്തിയപ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആയി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഗ്രാഫിൽ അതിന്റെ വാല്യൂ 1-ലെത്തി. സൈൻ്റെ വാല്യൂ വീണ്ടും ഡിഗ്രീസ് കൂട്ടുവാണ്. ഡിഗ്രി 102, 103 അങ്ങനെ കുറയുമ്പോൾ ആംഗിൾ വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആംഗിളിന്റെ വാല്യൂ, സൈൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഓൾമോസ്റ്റ് 180യോട് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 180യിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അതിന്റെ വാല്യൂ വീണ്ടും 0-ലെത്തി. വീണ്ടും അതിന്റെ വാല്യൂ നമ്മൾ കൂട്ടുകയാണ്. ഇത് ആംഗിൾ കൂടിയാണ്. ഇപ്പോൾ അത് 209 അങ്ങനെ കൂടി അത് 225 എത്തി. വീണ്ടും അത് ആംഗിൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആംഗിൾ കൂടി അത് 270യോട് നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണ്. 270യോട് അപ്രോച്ച് ചെയ്യുമ്പോൾ സൈൻ്റെ വാല്യൂ നോക്കിക്കൊള്ളുക. അതിന്റെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാണ് സൈൻ്റെ വാല്യൂ -1-ലെത്തി. വീണ്ടും നമ്മൾ ആംഗിൾ കൂടുകയാണ്. 281 അങ്ങനെ കൂടി 300 ആയി. വീണ്ടും കൂടി അത് 320, 345, 46 അങ്ങനെ എത്തി. അത് 360-ലെത്തി. അപ്പോൾ 360 എന്ന് പറയുമ്പോൾ അതാണ് അവിടെ 0 ആയിട്ട് കോയിൻസൈഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഡിഗ്രിയും റേഡിയനും കൊണ്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ മക്കളെ? അപ്പോൾ ശരിക്കും ഇവിടെ 0 മുതൽ π/2 വരെ എത്തുമ്പോൾ അത് π/2 അത് ഇൻക്രീസ് ചെയ്യുന്നു. മുകളിലേക്ക് പോവാ ഗ്രാഫ് മുകളിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അത് ഇൻക്രീസ് ചെയ്യും. വീണ്ടും അവിടുന്ന് ഗ്രാഫ് താഴോട്ട് പോകാന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യാം. അപ്പൊ ഇത് വീണ്ടും ഡിക്രീസ് ചെയ്ത് 0-ലെത്തി. വീണ്ടും ഡിക്രീസ് ചെയ്ത് -1-ലെത്തി. അപ്പൊ ഈ ഒരു റീജിയനുള്ള -π/2, 3π/2 എന്നുള്ള എന്ന് വെച്ചാൽ π/2, 3π/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ആൻഡ് തേർഡ് ക്വാഡ്രന്റിൽ അത് ഡിക്രീസ് ചെയ്യുക, കുറഞ്ഞുകൊണ്ടിരിക്കുക, താഴോട്ട് പോകുന്നു. ഇവിടെ വന്നിട്ട് വീണ്ടും ടേൺ ചെയ്ത് അത് കൂടാനുള്ളൊരു ടെൻഡൻസി കാണിക്കുക. കൂടി അതിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 4th-ലേക്ക് കയറുമ്പോൾ അതിന്റെ വാല്യൂ കൂടുവാണ്. കൂടിയാലും അത് നെഗറ്റീവ് തന്നെയാണ്. കൂടി അത് 0-ലെത്തും. ഓക്കെ മക്കളെ? യെസ് മക്കളെ, ഇനി ഞാൻ വീണ്ടും ആംഗിൾ ഒന്നും കൂടെ കൂട്ടുക എന്ന് വെച്ചപ്പോൾ നമ്മൾ 360 കഴിഞ്ഞു. വീണ്ടും ഞാൻ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ആംഗിൾ കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ആംഗിളിവിടെ കൂടുന്നത് കാണാൻ സാധിക്കും. ഒരു 360 ഡിഗ്രി കഴിഞ്ഞു. ഇനി അടുത്ത 360 കഴിഞ്ഞ് വീണ്ടും അത് കൂടുക. അപ്പൊ 361, 362 അങ്ങനെ ആംഗിൾ പോവാ. അപ്പൊ ഈ ഗ്രാഫ് പോകുന്നു നോക്കിക്കോ. വീണ്ടും അത് കൂടി അത് 2π കഴിഞ്ഞു. വീണ്ടും അത് കൂടി അത് 0-ലെത്തി, മീൻസ് 1-ലെത്തി. ഇവിടെ കാണാൻ സാധിക്കും 1-ലെത്തി. വീണ്ടും അത് കൂടി 1-ലെത്തിയതിനു ശേഷം വീണ്ടും അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ 360 ഡിഗ്രി കഴിഞ്ഞ് വീണ്ടും ഒരു 72 ഡിഗ്രി കൂടെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വീണ്ടും അത് 0-ൽ നിന്ന് മൂവ് ചെയ്ത് അത് 1-ലേക്ക് എത്തുകയാണ്. വീണ്ടും അത് കുറഞ്ഞത് 0-ലെത്തി. കണ്ടോ? ഇപ്പൊ വീണ്ടും ഒരു 360 കഴിഞ്ഞ് ഒരു 186 ഡിഗ്രിയും കൂടെ വീണ്ടും റൊട്ടേറ്റ് ചെയ്തു. അടുത്ത റൊട്ടേഷൻ വീണ്ടും അത് കൂടുന്നു. അത് 270-ൽ വീണ്ടും ഒരു 360 കഴിഞ്ഞ് ഒരു 277 ഡിഗ്രി കൂടെ ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും വന്ന് -1-ലെത്തി. വീണ്ടും അത് പോവാം. അത് ഇപ്പോ ഒരു റൊട്ടേഷനും കൂടെ പൂർത്തിയായിരിക്കും. അപ്പൊ നമ്മൾ 2 തവണ കഴിഞ്ഞു. ഇപ്പൊ ഇത്തിരി മുമ്പോട്ട് കയറിയാ നിൽക്കുന്നത്. അപ്പോ ഈ നമ്മൾ ഒരു 2π കഴിഞ്ഞു. അടുത്ത ഒരു 2πയും കൂടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഈ ഗ്രാഫില് വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് അത് പോകുന്നതായിട്ട് ഞാനൊന്നും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അത് 0 മുതൽ ആ സാധനം ഇങ്ങനെ വന്ന് കൂടി, യെസ്, ഇപ്പൊ 0-ൽ നിന്ന് കൂടി 1-ലെത്തി, പിന്നെ അത് 0-ലെത്തി, പിന്നെ അത് -1-ലെത്തി, പിന്നെ അത് 1-ലെത്തി, 0-ലെത്തി. അപ്പൊ ഒരു റൊട്ടേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത റൊട്ടേഷനിൽ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക. കണ്ടോ, നോക്കിക്കോളൂ. ഈ ഒരു ഭാഗം തന്നെ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക. കണ്ടോ, ഇത് ഇങ്ങനെ വന്ന് വീണ്ടും എത്തി. ഇനി നമ്മൾ അടുത്ത ഒരു റൊട്ടേഷൻ പൂർത്തീകരിച്ചാൽ ഈ സാധനം ഇതെങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഏതാ ഈ ആംഗിൾസ്? അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ആംഗിൾസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് ഇത് 0 മുതൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക.
2π ആയി, 4π ആയി, 6π ആയി, 8π ആയി, 10π ആയി, അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുക സൈൻ്റെ വാല്യൂസ്. ആംഗിളിന്റെ വാല്യൂസ് ആംഗിൾ അങ്ങ് കൂടി പൊക്കോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. 0 മുതൽ 1 വരെ എത്തി, വീണ്ടും -1 0 വീണ്ടും 1 -1 0 ഇതിങ്ങനെ പോവുകയാണ്. അപ്പൊ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് എത്ര കൂടിയാലും ഈ പക്ഷേ എത്ര ആംഗിൾസിന്റെ അളവ്, ആംഗിളിന്റെ ഡിഗ്രി എത്രമാത്രം കൂട്ടിയാലും ഈ സൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1നും -1നും ഇടയ്ക്കാണ് മൂവ് ചെയ്യുന്നത്. അതിലപ്പുറത്തേക്ക് ഇതിന് മൂവ്മെന്റ് ഇല്ല അല്ലെ. 1നും -1നും ഇടയ്ക്കാണ് ഇതിന്റെ മൂവ്മെന്റ്. അപ്പൊ ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൈൻ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -1നും +1നും ഇടയ്ക്കാണ്. അപ്പൊ സൈൻ്റെ വാല്യൂ കൂടുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറന്റിന്റെ നമ്മുടെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. സൈൻ്റെ വാല്യൂ കൂടുന്നു, കുറയുന്നു, -1 വീണ്ടും അത് കൂടി 0 1 -1 അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഒരു പർട്ടിക്കുലർ സൈക്കിൾ കഴിയുമ്പോൾ, ആ സൈക്കിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ആ 360 ഡിഗ്രി കഴിയുമ്പോൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അപ്പോ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ, പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി എടുക്കുന്ന സമയം. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൈനിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? അത് 2π റേഡിയനാണ് അല്ലെ, അല്ലെങ്കിൽ 360 ഡിഗ്രിയാണ്. ഒരു 360 കഴിയുമ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് ഫംഗ്ഷൻസ് എന്ന് വിളിക്കും. പീരിയോഡിക് ഫംഗ്ഷൻസ് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ആ പീരീഡ് എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ പീരീഡ് എന്ന് പറഞ്ഞാൽ സൈൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ 2π ആണ്. 2π കഴിയുമ്പോൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അപ്പോ 2πയുടെ എല്ലാ മൾട്ടിപ്പിൾസിലും അത് 2πയുടെ മൾട്ടിപ്പിൾസ് എന്നല്ല. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും π ആയി, then 2π ആയി, 3π ആയി, 4π ആയി, 5π ആയി, അതെല്ലാം വാല്യൂസ് എന്താണ്? 0 ആണ്. പക്ഷേ 3π/2 നോക്കിക്കോ, 3π/2 π/2 അത് 1 ആണ്, 5π/2 അത് 1 ആണ്, കണ്ടോ? ദെൻ അടുത്തത് വരുമ്പോൾ അത് 10π/2 ആയിരിക്കും, അത് 1 വരിക, 1, then 5π/2, then 5, then 10π/2, അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കും. അപ്പോൾ മീൻസ് 9π/2 9π/2 ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചും കൂടി ഗ്രാഫിക്ക് മാറ്റി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും 9π/2 അതിന്റെ വാല്യൂ വീണ്ടും 0 ആകുന്നത് കാണാൻ സാധിക്കും. 0 അല്ല 1 ആകുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ കൂടി കേട്ടോ, 9π/2 1 ആണ്. അപ്പോൾ π/2 1 ആണ്, പിന്നെ 5π/2 1 ആണ്, 9π/2 1 ആണ്, then അടുത്ത് വരുമ്പോൾ then 13π/2 1 ആയിരിക്കും. അങ്ങനെ ആ ഒരു π/2ന്റെ മൾട്ടിപ്പിൾസിൽ അതെല്ലാം 1 ആയിരിക്കും. ഇനി 3π/2 -1 ആണ്, അടുത്ത 7π/2 -1 ആണ്, then 11π/2 വീണ്ടും -1 ആയിരിക്കും. നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഗ്രാഫിക്ക് കൊട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ഇതിങ്ങനെ പോന്നു കഴിഞ്ഞാൽ 11π/2 അതിങ്ങനെ കുറഞ്ഞു കൂടി പിന്നെ ഇത് -1 ആയിരിക്കും. അപ്പോ ഇത് ആ -1 ആകുന്ന റീജിയൻ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഐഡിയ കിട്ടിയില്ലേ ഗ്രാഫ് പോകുന്നത്? യെസ്. അപ്പൊ ആ ഒരു വാല്യൂസിന്റെ ഒരു എന്താ പറയാ, ആ ഒരു പീരിയോഡിസിറ്റി കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഓരോ വാല്യൂം ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പീരിയോഡിക് ഫംഗ്ഷൻസ് എന്ന് വിളിക്കും. പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതിന്റെ പീരീഡ് ഉണ്ട്. ഏറ്റവും കുറഞ്ഞ ഇന്റർവെല്ലിൽ, റിപ്പീറ്റ് ചെയ്യുന്ന ഇന്റർവെല്ലിനാണ് അതിന്റെ പീരീഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ 2π ആണ്. ഓക്കെ. അപ്പോൾ മക്കളെ അതിന്റെ ഡൊമൈനും റേഞ്ച് നമുക്കൊന്ന് എഴുതി. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായല്ലോ? ആ ഐഡിയ ഒന്ന് മനസ്സിലേക്ക് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു ആനിമേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വാല്യൂസ് കൂടുന്തോറും, സൈൻ്റെ വാല്യൂ കൂടുന്തോറും, അതിന്റെ തീറ്റയുടെ വാല്യൂ, ആംഗിളിന്റെ വാല്യൂ കൂടുന്തോറും സൈൻ്റെ വാല്യൂ കൂടും കുറയും. പക്ഷെ കൂടിയാലും കുറഞ്ഞാലും അത് -1നും +1നും ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ അത് മൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഗോട്ട് ദ ഐഡിയ? ഇപ്പൊ ഞാനൊന്ന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. സൈൻ്റെ വാല്യൂ ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് ആകുമ്പോൾ ഇൻക്രീസസ് ഫ്രം 0 to 1, സെക്കൻഡ് ക്വാഡ്രന്റിൽ ഡിക്രീസസ് ഫ്രം 1 to 0, തേർഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ ഡിക്രീസസ് ഫ്രം 0 to -1. നമുക്കറിയാം തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഒന്നുകൊണ്ട് നോക്കിക്കോളൂ. ഇപ്പോ അത് 0-ലെത്തി. ഫസ്റ്റ് ക്വാഡ്രന്റിൽ അത് ഇപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരുന്നു.
ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്താ സംഭവിച്ചു നോക്കിയേ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇൻക്രീസ് ഫ്രം 0 to 1. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് പോകാം. സെക്കൻഡിലേക്ക് അത് പോവാണ്. സെക്കൻഡിൽ എന്താ സംഭവിച്ചു നോക്കൂ. സെക്കൻഡിൽ എന്താ ചെയ്യുന്നത്, 1ൽ നിന്ന് 0യിലേക്ക് എത്തുക. അതാണ് നമ്മൾ അടുത്ത പറഞ്ഞത്. ഇറ്റ്സ് ഡിക്രീസ് ഫ്രം 1 to 0. ഓക്കെ, വീണ്ടും ഇത് തേർഡ് ക്വാഡ്രന്റ് എത്തി. തേർഡിലെ പ്രത്യേകത കണ്ടോ, അത് 0യിൽ നിന്ന് എങ്ങോട്ട് പോകും, ഡിക്രീസ് ചെയ്ത് -1ലേക്ക് പോവുകയാണ്. അതാണ് തേർഡിന്റെ പ്രത്യേകത. ഇതിന്റെ ഗ്രാഫ് നിങ്ങൾ കണ്ടല്ലോ. തേർഡില് ഡിക്രീസ് ഫ്രം 0 to -1. ഓക്കെ, ഇനി അത് ഫോർത്തിലേക്ക് പോവുകയാണ്. ക്വാഡ്രന്റ് മാറി തേർഡിൽ നിന്ന് ഫോർത്തിലേക്ക് പോവാണ്. ഫോർത്തിൽ എന്താ സംഭവിക്കാൻ നോക്കിക്കോ, അതെങ്ങോട്ടാ പോകുന്നത്, അത് നമുക്ക് ഞാൻ ഒരു -1ൽ നിന്ന് 0യിലേക്ക് പോവുക അല്ലെ. -1ൽ നിന്ന് 0യിലേക്ക് പോവാണ്. അതാണ് നമ്മൾ പറഞ്ഞത് ഫോർത്തിൽ ഇൻക്രീസസ് ഫ്രം -1 to 0. ഓക്കെ മക്കളെ, അപ്പോ ഒന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്തിട്ട് പോകാം. എഴുതിക്കോളൂ. സൈൻ തീറ്റ. സൈൻ തീറ്റ ഈസ്, എഴുതിക്കോളൂ, സൈൻ തീറ്റ ഈസ് പീരിയോഡിക് വിത്ത് പീരീഡ് 2π. പീരിയോഡിക് എന്ന് പറഞ്ഞാൽ എന്നാന്ന് അറിയാമല്ലോ, ഞാൻ പറഞ്ഞല്ലോ. റിപ്പീറ്റ്സ് ആഫ്റ്റർ സർട്ടൻ പീരീഡ്. That is called periodic functions. So sin theta is a periodic function with the period 2π. ഇനി അതിന്റെ പ്രത്യേകത എഴുതിക്കോളൂ. ഡൊമൈൻ ഓഫ് സൈൻ, ഡൊമൈൻ ഓഫ് സൈൻ തീറ്റ ഈസ്, അത് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ നമ്മൾ റേഡിയൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് -∞ മുതൽ +∞ വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് ഈ ആംഗിളിന് കൊടുക്കാം. അപ്പോൾ ഡൊമൈൻ ഈസ് -∞ to +∞. ഡൊമൈൻ, സൈൻ്റെ ഡൊമൈൻ, ഇവിടെ നമുക്ക് ഡൊമൈൻ എന്ന് എഴുതാം. ഡൊമൈൻ എഴുതാം, സൈൻ തീറ്റ ഡൊമൈൻ ഈസ് -∞ to +∞. ഇങ്ങനെ നമ്മൾ എഴുതുക, ഓപ്പൺ ഇന്റർവെൽ ആയിട്ട് എഴുതുക സൈൻ തീറ്റയുടെ ഡൊമൈൻ. ദെൻ റേഞ്ച് നമുക്ക് അറിയാൻ പറ്റുന്ന പോകുന്നത് -1 to +1. ഇത് നമ്മൾ ക്ലോസ്ഡ് ഇന്റർവെൽ എന്നാ പറയുന്നത്. ഇത് -1 ഉണ്ട്, +1 ഉണ്ട്, ഇടയ്ക്കുള്ള മുഴുവൻ പോയിന്റ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സൈൻ്റെ. പിന്നെ ഇതും കൂടെ ഒന്ന് എഴുതി വെച്ചോളൂ. സൈൻ ഇൻക്രീസസ് ഫ്രം ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇൻക്രീസസ് ഫ്രം 0 to 1. സെക്കൻഡ് ക്വാഡ്രന്റ് ഡിക്രീസസ് ഫ്രം 1 to 0. തേർഡ് ക്വാഡ്രന്റ് ഡിക്രീസസ് ഫ്രം 0 to -1. ഫോർത്ത് ക്വാഡ്രന്റ് ഇൻക്രീസസ് ഫ്രം 1 to 0. പിന്നെ ഇതിന്റെ ഗ്രാഫും കൂടെ നിങ്ങളൊന്ന് വരച്ചിടണം. ഇങ്ങനെ 0 മുതൽ ഒരു 4π വരെ ഇട്ടോളുക. 0 മുതൽ 4π വരെ. എന്നിട്ട് അതിന്റെ ഗ്രാഫ് ഈ -1ന് +1ന് ഇടയ്ക്ക് 0 മുതൽ 4π വരെ മതി നമുക്ക് അതിന്റെ ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ മക്കളെ, യെസ്. ദെൻ അടുത്ത ഒരു കാര്യം കൂടെ എഴുതിക്കുള്ളൂ. സൈനിന്റെ വാല്യൂസ് 0 വരുന്നത്. സൈൻ x = 0 when x = എവിടെ നോക്കിക്കേ, ഒന്ന് 0 വരും, പിന്നെ π വരും, 2π വരും, 3π വരും, 4π വരും, 5π വരും, 6π വരും. അപ്പൊ അങ്ങനെ വരും. അതുകൊണ്ട് നമുക്ക് സൈൻ തീറ്റ 0 വരുന്ന ആ ഡൊമൈനും കൂടെ ഒന്ന് എഴുതാം, മീൻസ് വാല്യൂസും കൂടെ എഴുതാം. അതും കൂടി അതൊന്ന് നോട്ട് ചെയ്തോളൂ. സൈൻ തീറ്റ = 0, സൈൻ തീറ്റ = 0 implies തീറ്റ = nπ. nπ മീൻസ് എന്നിന് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. ഏത് വാല്യൂ കൊടുത്താലും പൈ മീൻസ് n is an integer ആയിരിക്കണം. 1 n belongs to integer നമ്മൾ z എന്നാണല്ലോ വിളിക്കുന്നത്, ഇന്റിജേഴ്സ്. അപ്പോൾ n = 1 കൊടുത്താൽ π, 2 കൊടുത്താൽ 2π, 3 കൊടുത്താൽ 3π, 4 കൊടുത്താൽ 4π. അങ്ങനെയുള്ള ഏത് വാല്യൂസിനും ഇതിന്റെ വാല്യൂ 0 ആണ്. സൈൻ തീറ്റയുടെ വാല്യൂ 0 ആണ്. ഇനി സൈൻ തീറ്റയുടെ വാല്യൂ 1 വരുന്ന എവിടേക്കാണ്? 1 വരുന്നത് ഇപ്പൊ സൈൻ തീറ്റ 0 വരുന്ന 1 0 π 2π 3π 4π അങ്ങനെ പോകും. ഇനി സൈൻ തീറ്റയുടെ വാല്യൂസ് 1 വരുന്ന എവിടേക്കാണ് നോക്കാം. 1 വരുന്നതാണ് π/2, 5π/2 അല്ലെ, 5π/2, 5π/2. ദെൻ വരുന്നത് അടുത്തത് 9π/2 അങ്ങനെ പോകുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം. സൈൻ തീറ്റ = 1 implies തീറ്റ = ഇത് നമുക്ക് വേണേ ഇങ്ങനെ എഴുതാം, 2n + 1 π/2 എന്ന് എഴുതാം. n belongs to z. എന്നിന് വാല്യൂ കൊടുത്തോ, ഇന്ന് 0 കൊടുത്തോ, അപ്പൊ π/2 വരും. ഇന്ന് 1 കൊടുത്തേ, 2 × 1 2, 2 + 1 2 4, 4 + 1 5π/2. നമ്മൾ കണ്ടു കഴിഞ്ഞു 5π/2 വാല്യൂ 0 ആണ് അല്ലെ. ഒന്ന് π/2, അടുത്ത 5π/2,
അടുത്ത് നമ്മൾ പറഞ്ഞ 9π/2 ആണ്. അപ്പോൾ നമ്മൾ n-ന് 2 കൊടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ 2 × 2 4 അപ്പോൾ 2 കൊടുത്തപ്പോൾ കിട്ടി. 3 കൊടുക്കാമെന്ന് വിചാരിക്കാം. 3 കൊടുക്കുകയാണെങ്കിൽ 2 × 3 6 + 1π/2 അപ്പോൾ എന്താ വരുന്നത് 7π/2. യെസ്, അത് ചെറിയൊരു വ്യത്യാസം വരുത്തണം. θ = 4n + 1π/2. ഇപ്പോൾ നമ്മൾ n-ന് 0 കൊടുക്കുവാണെങ്കിൽ π/2 വരും. n-ന് 1 കൊടുക്കുവാണെങ്കിൽ 4 × 1 4 + 1 5π/2. അപ്പോൾ നമുക്കറിയാൻ പറ്റും 5π/2 ൽ 1 ആണ്. അടുത്ത് വരുന്നത് 9π/2 ആണ്. അപ്പോൾ നമ്മൾ n-ന് 2 കൊടുത്തേ. അപ്പോൾ n-ന് 2 കൊടുക്കുമ്പോൾ 4 × 2 8 + 1 9π/2 അങ്ങനെ വരും. അപ്പോൾ ഈ വാല്യൂസിലായിരിക്കും n-ന് 1 വരിക. ഇനി നമുക്ക് sin θ = -1 വരുന്നത് കൂടെ നോക്കാം. അത് നമുക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമുക്ക് ഇവിടെ നമ്മുടെ ഗ്രാഫിൽ നോക്കിയാൽ മതി. ഒന്ന് -1 വരുന്നത് ഇപ്പറയാണ്, അതുകൊണ്ട് ഇവിടെ വരുന്നത് 3π/2 അല്ലെ. ദെൻ അടുത്തത് വരുന്നത് 7π/2. അപ്പോൾ 3 ദെൻ 7 പിന്നെ 11π/2 ആയിരിക്കും. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. Here is this sin θ = -1 means θ = 4n + 3π/2. അപ്പോൾ n-ന് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? n-ന് 0 കൊടുക്കുമ്പോൾ 3π/2 എന്ന് വരും. നമുക്കറിയാം ഗ്രാഫിൽ നമുക്കറിയാം 3π/2 ൽ -1 ആണ്. ദെൻ അടുത്തത് n-ന് 1 കൊടുക്കാം. n-ന് 1 കൊടുക്കുമ്പോൾ 4 × 1 4 + 3 7π/2. നമുക്ക് നോക്കാം 7π/2 ൽ -1 ആണ്. അടുത്ത നമ്മൾ n-ന് 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ 8 + 3 11π/2 വരും. ഇവിടെ നമുക്കറിയാം 11π/2 ലാണ് -1 വരുന്നത്. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പം നിങ്ങൾ ഇത് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി എങ്ങനെയാണ് അതിൻ്റെ പോകുന്നതെന്ന്. ഒന്ന് 0 പിന്നെ +1 -1. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സൈൻ്റെ പ്രത്യേകതകളാണ്. സൈൻ്റെ ഗ്രാഫ് നിങ്ങൾ വരച്ചിട്ടോണം. പിന്നെ ഇതിൻ്റെ ഈ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഏത് ആംഗിൾ വേണമെങ്കിലും കൊടുക്കാം. -∞ മുതൽ +∞ ഉള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആംഗിളിന് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -1നും +1നും ഇടയ്ക്കായിരിക്കും കിടക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് അടുത്ത ഓരോ ഫംഗ്ഷൻ നമുക്ക് ഇതുപോലെ തന്നെ അനലൈസ് ചെയ്യാവുന്നതാണ്. സൈൻ്റെ ഗ്രാഫ് നിങ്ങൾ വരച്ചിട്ടോണം. അതിൻ്റെ ഇപ്പോൾ പറഞ്ഞ ഡൊമൈനും റേഞ്ചും കൂടെ നോട്ട് ചെയ്തോണം. ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫ് കണ്ട് നമുക്ക് ഫംഗ്ഷൻ തിരിച്ചറിയാൻ സാധിക്കണം. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് സൈൻ പീരിയോഡിക് ആണ് വിത്ത് പീരീഡ് 2π. കാരണം അത് 2π കഴിയുന്നതോറും 2πയുടെ ഓരോ മൾട്ടിപ്പിൾസ് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. പിന്നെ സൈൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ +1 ആണ്. മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആണ്. അതായത് മാക്സിമം 1 മിനിമം -1. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തോണം. മാക്സിമം വാല്യൂ ഓഫ് sin θ is 1, മിനിമം വാല്യൂ ഓഫ് sin θ is -1. ദെൻ പിന്നെ ഉള്ളത് നമുക്ക് സൈൻ്റെ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡൊമൈൻ റേഞ്ച് കിടക്കുന്നത് -1നും +1നും ഇടയ്ക്കാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ സൈൻ ഓരോന്നിലും എങ്ങനെയാണ് പോകുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റിൽ എങ്ങനെയാണ് പോകുന്നത്? 0 മുതൽ 1 വരെ പോകും. സെക്കൻഡ് ക്വാഡ്രന്റിൽ 1 മുതൽ 0 വരെ പോകും. തേർഡ് ക്വാഡ്രന്റിൽ 0ൽ നിന്ന് -1 എത്തും. ദെൻ ഫോർത്ത് ക്വാഡ്രന്റിൽ -1 to 0 എത്തും. ഒരു പീരീഡ് കഴിഞ്ഞു വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതുപോലെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഓരോ ഫംഗ്ഷൻ നമുക്ക് ഇതുപോലെ എടുത്ത് ഡിസ്കസ് ചെയ്യാം. സൈൻ മാത്രമല്ല കോസും ടാനിനും സീക്കിനും കൊസീക്കിനും കോട്ടിനും എല്ലാം ഇതുപോലെയുള്ള പ്രത്യേകതകളുണ്ട്. ഓരോന്നിൻ്റെയും പീരീഡും അതിൻ്റെ ഗ്രാഫും എല്ലാം നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾ ഈ പ്രത്യേകതകൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇത് തിയറിയാണ്. ഇത് വെച്ച് നമുക്ക് പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യാനുണ്ട്. നമുക്ക് ഇത് തന്നെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ചെയ്യുമ്പോഴും നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. Till then, goodbye.